നാറി തെറി വിളിക്കുന്നടാ നാറി. നിന്റെ പേര് നിനക്കെന്ന് കലാപരമായിട്ടൊരു കഴിവുണ്ടടാ നാറി. നിന്നെയൊക്കെ അംഗീകരിക്കണം. തുപ്പും. ഏത് നാറിയാണെങ്കിലും ഫേക്ക് ഐഡി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നാറിയെ. ഉള്ള കാര്യം എന്റെ ലൈവിൽ വന്ന് നീ നാറിത്തരം ചെറ്റത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ കണ്ടി ഞാൻ അടിച്ചു മുളിക്കും. കള്ളപ്പന്നി ഫാൻസ്, മെസ്സി ഫാൻസ്, ദൈവത്തിന്റെ ശാപം എനിക്ക് കിട്ടാനും നോക്കിക്കോ. ഞാൻ അല്ലാതെ പേടിച്ച് ഞാൻ നല്ല രീതിയിൽ ജീവിക്കണ്ട്. എനിക്ക് നിന്റെ ഒന്ന് സർട്ടിഫിക്കറ്റ് വേണ്ടടത്ത് വേണ്ടി. എന്റെ നാവ് എനിക്ക് എങ്ങനെ സൂക്ഷിക്കണമെന്ന് എനിക്ക് അറിയും. എന്റെ ലൈവിൽ കയറി വന്ന് തെറി വിളിക്കണം നീ കാണുന്നില്ലടാ. അതാദ്യം നീ നോക്കടാ, എന്നിട്ട് നീ വർത്താനം പറയടാ നാറികളെ. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിവളെ റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ട് എന്താ പറയുക റീച്ച് കൂട്ടാൻ വേണ്ടി വന്നതൊന്നല്ല. ഇവളെ ഈ ഒരു എന്താ പറയുക അഭിനയം കാണുമ്പോൾ രണ്ട് വാക്ക് പറയണം തോന്നിയിട്ട് തന്നെ വന്നത്. കാരണം വെച്ചാൽ ഇവളെ ചാനലിൽ ഇഷ്ടപ്പെട്ടിട്ട് കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. എപ്പോഴും നമ്മൾ എന്താ പറയുക ഇവളെ ഒരു ലൈവ് ചാറ്റ് കയറി കഴിഞ്ഞാൽ എപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഇവളെ ഈ ഒരു തെറിപ്പാട്ട്. ഇവളെ നാവ് ഒരിക്കലും നിയന്ത്രിക്കാൻ ഇവൾക്ക് പറ്റില്ല. അതുപോലെ ഇവൾ ഇക്കഴിഞ്ഞ ബലിപെരുന്നാൾ ദിവസം അന്ന് രാത്രി ഇട്ട ലൈവിലെ ചെറിയ ചില ഭാഗങ്ങളാണ് നിങ്ങൾക്കിപ്പം കണ്ടത്. അന്നത്തെ ആ ഒരു ദിവസമെങ്കിലും ആ ഒരു നല്ലൊരു നാളിലെങ്കിലും ഇവളെ വായിൽ നിന്ന് നല്ലൊരു വാക്ക് വരും എന്ന് വിചാരിച്ചിട്ട് എന്നെ കയറിയതാണ് ആ ലൈവ്. പക്ഷേങ്കിൽ ഇവൾ പറയുന്ന വർത്താനം നിങ്ങൾ കേട്ടില്ലേ? അതും പറയുന്നത് ഇവൾ 5 മക്കളെ മുന്നിൽ വെച്ചിട്ടാണ്. എന്തായാലും നമ്മൾ വലിയവരെന്താണോ ചെയ്യുന്നത് പറയുന്നത് അതേപോലെ എന്താ പറയുക കണ്ട് പഠിക്കുന്നതാണ് നമ്മളെ മക്കൾ. അത് ഏതൊരാളെ മക്കളായാലും, എൻ്റെ മക്കളായാലും മറ്റുള്ളവരെ മക്കളായാലും, നമ്മൾ വലിയവരെന്താണോ ചെയ്യുന്നത് പറയുന്നത് അതേപോലെ അവർ പിടിച്ചെടുക്കും. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല. കാരണം വെച്ചാൽ പിന്നെ നമ്മളെ ഉമ്മമാരെയും അമ്മമാരെയും എല്ലാം വായിൽ നിന്ന് വരുന്നത് നല്ല വാക്കായിരിക്കും എന്ന് കരുതിയിട്ട് പഠിക്കുന്ന പിള്ളേരും ഉണ്ട്. പക്ഷേങ്കിൽ അത് ചീത്ത വാക്കാണോ അല്ലെങ്കിൽ അത് ഒരാളോട് പറയാൻ പറ്റാത്ത വാക്കാണോ എന്ന് മക്കൾക്ക് ഇപ്പം അതറിയില്ല. പക്ഷെ അറിയുന്ന മക്കളുണ്ട്. കാരണം +1 അഡ്മിഷൻ എടുത്ത മോനെല്ലാം ഉണ്ട്. പക്ഷെ അവർക്ക് അറിയായിരിക്കും. പക്ഷേങ്കിൽ അതിൽ ചെറിയ കുട്ടികളും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അവർ നാളെ ഒരു കുട്ടികളെ കൂട്ടത്തിൽ പോയി കഴിഞ്ഞാലും ഇങ്ങനെ വിളിക്കും. പക്ഷേങ്കിൽ അത് കുട്ടികൾക്ക് അവരെ വിളിച്ചുകൂടാ എന്നറിയില്ല. അപ്പോൾ എന്തായാലും ഇവൾ നാവ് നിയന്ത്രിക്കേണ്ടത് ഇവളെ മക്കളെ മുന്നിൽ തന്നെയാണ്. ഇത് പറയുമ്പോൾ ഇവളെ റിയാക്ഷൻ വീഡിയോ ഇട്ട് റീച്ച് കൂട്ടാൻ ഒരിക്കലും അല്ല. നമുക്കതിന് ആഗ്രഹമില്ല. നിൻ്റെ ഇങ്ങനത്തെ പൊട്ടത്തരം പിടിച്ച വർത്താനം വെച്ചിട്ട് നമുക്ക് റീച്ച് കൂട്ടേണ്ട ഒരാവശ്യമില്ല. പക്ഷേങ്കിൽ നീ ഇങ്ങനെ ലൈവ് കയറിയിട്ട് ഈ നാറികൾ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് നിന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരും കൂടെ കാണുന്നുണ്ട് എന്ന് നീ മനസ്സിലാക്കുക. നീ പറയാൻ വിചാരിച്ചാലും നീ ഒരിക്കലും ഒരു ചീത്ത വാക്ക് നാറികൾ, മറ്റ് തെണ്ടികൾ, പുല്ലന്മാർ ഒന്നും പറയരുത്. കാരണം വെച്ചാൽ നിന്നെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ആ ലൈവ് കയറും. അപ്പോൾ ആ നിരപരാധികളും കൂടെ നിൻ്റെ ഈ ചീത്ത വിളിയിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് ഇവൾ മനസ്സിലാക്കണം. പക്ഷെ ഇവളത് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇവളെ ഇഷ്ടപ്പെട്ട് കയറുന്ന നല്ലവരായ ആൾക്കാരും കൂടെ ഇവളെ എന്താ പറയുക പുല്ലന്മാരും നാറികളും തെണ്ടികളെയും കൂട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം അതിനുശേഷം ഇവളെ ലൈവ് ഞാൻ കാണാറില്ല. കാരണം വെച്ചാൽ എപ്പം കയറിയാലും ഈ ഇങ്ങനത്തെ ചീത്ത വർത്താനം മാത്രമേ കേൾക്കാനുള്ളൂ. അത് ഇവളെ എന്താ പറയുക ആ ഒരു ചീത്ത വർത്താനം പറയിക്കാനായിട്ട് ചില ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ നെഗറ്റീവ് കമൻ്റെല്ലാം ഇഷ്ടംപോലെ വരും. അതെല്ലാം സഹിക്കാനുള്ള ശക്തിയെല്ലാം സോഷ്യൽ മീഡിയയിൽ വേണം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമൻറ്റ് കണ്ടിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കല്ല വേണ്ടത്. അതെല്ലാം കരുതിയിട്ട് മാത്രമേ ഒരു സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക ചാനലെല്ലാം ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇതിപ്പം നെഗറ്റീവ് കമൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് പ്രതികരിച്ചിട്ട് നന്നായിട്ട് ഇവളെ തെറിപ്പാട്ടാണ്. ഇപ്പം മറ്റുള്ളവരല്ല തെറിപ്പാട്ട് പറയുന്നത്. ഇപ്പം ഇവളാണ് ഈ യൂട്യൂബ് ചാനൽ തെറിപ്പാട്ട് പാടുന്നതിൽ 1ാം സ്ഥാനം ഇപ്പം ഇവക്കാണ്. അപ്പം അതിനെപ്പറ്റി ഒരു 2 വാക്ക് പറയണമെന്ന് വിചാരിച്ചിട്ട് മാത്രം വന്നത്. അല്ലാണ്ട് ഇവളെ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ഇതിനോടെ നിർത്തണം എന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ എങ്കിൽ ഇവളിങ്ങനത്തെ ഓരോ വർത്താനം കേൾക്കുമ്പോൾ നിർത്താൻ തോന്നുന്നില്ല. അതിന് 2 വാക്ക് പറയണമെന്ന് തോന്നിയിട്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആയത്.